ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. സോ എങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫോറക്സിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിനെ കുറിച്ചിട്ടാണ്. ഏകദേശം 90% നമുക്ക് 90% മുകളിൽ നമുക്ക് ആക്യുറസി കിട്ടുന്ന ഒരു ബമ്പർ സൂപ്പർ സെറ്റപ്പിനെ കുറിച്ചിട്ടാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സുകളിൽ കിട്ടാത്ത രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ അവിടെ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ പെയ്ഡ് ക്ലാസ്സുകൾ ചെയ്യാവുന്ന സ്ട്രാറ്റജി പിന്നെ എന്തിന് ഫ്രീ തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെയ്ഡ് ക്ലാസ്സിൽ പോയാലും പഠിക്കാത്ത നിങ്ങൾക്ക് ഫ്രീ തന്നാൽ പഠിക്കുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ആവശ്യക്കാരൻ മാത്രമേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം ബോറായിട്ടുള്ള ഒരു പരിപാടിയാണ്. ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സോ അതിനൊക്കെ മനുഷ്യന്മാർക്ക് മടുപ്പുണ്ടാവും. നമുക്ക് എപ്പോഴും എന്താ വേണ്ടത്? ഒരു എക്സൈറ്റ്മെന്റ്, നമ്മുടെ തോന്നലിന്റെ പുറത്ത് ചാടുക, തോന്നലിന്റെ പുറത്ത് ഇറങ്ങുക. ഈ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കിട്ടൂല. എങ്ങനെയാകുമ്പം അച്ചടക്കത്തോടു കൂടി ഒരു പോയിന്റ് വരെ കാത്തിരിക്കാനും ആ ഒരു പോയിന്റിൽ സം കണ്ടീഷൻസ് കണ്ടിട്ട് ട്രേഡ് കിട്ടുമ്പോൾ അതിനെ പഞ്ച് ചെയ്യാനും വേണ്ടത് അച്ചടക്കമാണ്. അവിടെ നമുക്ക് എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം കിട്ടൂല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മൂഡൊന്നും ഉണ്ടാവില്ല. ഇതാണ് ട്രേഡിങ്ങിന്റെ റിയാലിറ്റി. ഇതുകൊണ്ട് തന്നെയാണ് ട്രേഡിങ്ങിൽ 90% ആളുകൾ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സെബി അടക്കം ക്ലെയിം ചെയ്യുന്നത്. അല്ലേ? സത്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളുടെ അച്ചടക്കമില്ലായ്മകൊണ്ടല്ല നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ സൈക്കോളജിക്കൽ വീഡിയോ ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു പോകാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT സെറ്റപ്പിൽ വരുന്ന ഒരു സൂപ്പർ സ്ട്രാറ്റജിനെ കുറിച്ചിട്ടാണ്. സം കിൽ സോൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറും FEGയും ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്ലാസ്റ്റിംഗ് സെറ്റപ്പുകളാണ്. ആൻഡ് ഈ ഒരു സെറ്റപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ രാത്രിയിൽ മാത്രമേ ഈ ഒരു സെറ്റപ്പിനകത്ത് ട്രേഡ് വരുന്നുള്ളൂ. രാത്രി എന്ന് പറഞ്ഞാൽ 12 മണി വരെ കുത്തിരിക്കുക എന്നുള്ളതല്ല. ഏകദേശം ന്യൂയോർക്ക് സെഷൻ ക്ലോസ് ചെയ്തിട്ട് ലണ്ടൻ സെഷൻ ഓപ്പൺ ആയി ക്ലോസ് ആവുന്ന ആ ഒരു പോയിന്റ് വരെ നമുക്ക് ട്രേഡ് വരുന്നുള്ളൂ. സോ വൺസ് നമുക്കൊരു ട്രേഡ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് മിനിമം 1:3 1:4 അല്ലെങ്കിൽ അതിലും വലുതായിട്ടുള്ള ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യാനും ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ കിട്ടാനും സാധ്യതയുള്ള ഒരു സെറ്റപ്പാണെന്നാണ്. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളോട് ആദ്യമേ പറയേണ്ട ഒരു കാര്യം, ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ ടീമാണെന്നുണ്ടെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് സം പേഴ്സിൽ പ്രോപ്പറായിട്ട് ഇത് വർക്ക് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. സോ ആ ഒരു പേഴ്സിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. സോ നമുക്ക് എത്രത്തോളം ബാക്കിലേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം ബാക്കിലേക്ക് പോയി ടൈം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആൻഡ് അത് അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സം പേഴ്സിൽ മാത്രമാണ്. സോ ഇതിൽ കൂടുതൽ പേഴ്സ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇതിലും കൂടുതൽ ചാർട്ടിന് ബാക്കിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ, അതൊക്കെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. സോ ഫോറക്സിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഫോറക്സിനെ ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ എക്സിനസിന്റെ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും അതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് മുകളിൽ തന്നെ പിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സിനസിന്റെ ലിങ്ക്. സോ ആ ഒരു ലിങ്കോ അല്ലെങ്കിൽ FXTMന്റെ ലിങ്കോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആൻഡ് അവിടെ പോയിട്ട് 0.01 എന്നുള്ള ഒരു ലോട്ട് സൈസിൽ ഓറൽസ് ഡെമോ അക്കൗണ്ടിൽ, ഞാൻ ഡെമോ അക്കൗണ്ട് ഞാൻ അധികം പറയില്ല, നോർമൽ അക്കൗണ്ട് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സൈക്കോളജി ബിൽഡ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് വേണമെന്ന് അറിയാം, റിയൽ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് പൈസ പോകുമ്പോഴുള്ള സങ്കടവും പൈസ ഉണ്ടാക്കുമ്പോഴുള്ള ഹാപ്പിനെസ് ഒക്കെ നമുക്ക് അറിയുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ലെറ്റ്സ് സേ ഒരു $10 പ്രോഫിറ്റ് കണ്ടിട്ട് അത് അഗെയിൻ $2 തിരിച്ചു വരുമ്പോഴുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ മാർക്കറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. അത് ഡെമോ അക്കൗണ്ടിൽ കിട്ടൂല. നമുക്കറിയാം നമുക്ക് ഇതിനകത്തൊന്നും കിട്ടാനും പോകുന്നില്ല, പോകാനും പോകുന്നില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കിരികിരിപ്പ് അവിടെ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയൊരു അക്കൗണ്ടിൽ, ഇൻ ദ സെൻസ് ഏറ്റവും ചെറിയൊരു ബാലൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് 0.01 എന്നുള്ള ഏറ്റവും ചെറിയ ലോട്ട് സൈസിൽ ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 4-5 പെയറിനെ മാത്രം നിങ്ങളുടെ ചാർട്ടിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക ഫോറക്സിലേക്ക്. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആ ഒരു ടൈം ഫ്രെയിമിൽ മാത്രം മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. ആ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് വന്നിട്ടുള്ള നമ്മളുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ പെയർസ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക പ്രോപ്പറായിട്ട്. അതിനകത്ത് ട്രേഡ് വന്നാൽ മാത്രം ട്രേഡിനെ എടുക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എത്രത്തോളം ഇത് ബ്ലാസ്റ്റിംഗ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം അല്ലേ. സോ
ആദ്യത്തെ കേസ് എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് വേണ്ടത് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കാര്യങ്ങൾ? കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ വരുന്നത്? അത് SMC കൺസെപ്റ്റിന്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കാണുക. ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രേഡുകൾ ആ ഒരു സെറ്റപ്പിൽ കിട്ടുന്നുള്ളതാണ്. സോ അതിന്റെ ഒരു ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒരിക്കൽ കൂടി നമുക്ക് പറഞ്ഞു പോവാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നുള്ളതാണ്, CH എന്നുള്ളതാണ്. ഒന്ന് എന്താണ്? BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? FVG എന്നുള്ളതാണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്താണ്? നാലാമത്തെ കാര്യം OB ആണ്, അതായത് ഓർഡർ ബ്ലോക്ക് ആണ്. സോ എന്തൊക്കെയാണ് നമ്മൾ ക്വിക്കായിട്ടേ പറഞ്ഞു പോകുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ മാർക്കറ്റിന്റെ ട്രെൻഡ് അപ്പാണെന്ന് വെക്കുക. ലെറ്റ്സ് അസ്യൂം മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവാണെന്ന് വെക്കുക. ഇങ്ങനെ പോകുന്ന ഈ ഓരോ ബ്രേക്കിനെയും, അതായത് എവിടുന്നാണോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്, ഈ ഒരു ബ്രേക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? BOS എന്ന് പറയുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടാനായിട്ട് നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഇവിടുന്ന് ലെറ്റ്സ് അസ്യൂം ഞാൻ ഇവിടുന്ന് ഒരു ലെവലിനെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ മാർക്കറ്റ് ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ മാർക്കറ്റ് ഒരു ഹൈ ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഹൈനെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ മാർക്കറ്റ് ഇതിന്റെ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ്? പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെന്താണ്? ഇത് ഇന്റേണൽ സ്ട്രക്ചർ മാത്രമാണ്. ഇപ്പൊ മാർക്കറ്റിന്റെ കയ്യിലുള്ള ലോ ഇതാണ്, ഇപ്പൊ മാർക്കറ്റിന്റെ കയ്യിലുള്ള ഹൈ ഇതാണ്. സോ ഇനി മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ലെറ്റ്സ് അസ്യൂം ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യേണ്ട, എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഒരു ക്യാൻഡിൽ തന്നു, അതിന്റെ വിക്ക് ഇത്രയുണ്ട് എന്ന് വെക്കുക. ഇതിനെ എനിക്ക് വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എടുക്കാൻ പറ്റും. എന്തുകൊണ്ടാ? ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് എനിക്ക് എന്ത് കിട്ടിയാൽ മതി? വിക്ക് ക്ലോസ് കിട്ടിയാലും മതി, എനിക്ക് ഓക്കെയാണ്. ഓക്കെ, ഓറൽസ് ക്യാൻഡിൽ ക്ലോസ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഓക്കെയാണ്. സോ എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്യാണ്? എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് ട്രാവൽ ചെയ്യാണ്. ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? താഴത്തേക്ക് വന്നു. സോ ഈ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നതോടുകൂടി എനിക്ക് കൺഫേം ആവുന്നത് എന്താണ്? എന്താണോ ഇതിന്റെ ലോവസ്റ്റ് പോയിന്റ്, അതായത് ഈ ഹൈന്റെയും ലോയിന്റെയും ഹൈന്റെയും ഇടയിൽ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണല്ലേ, ഇതല്ലേ എന്റെ പോയിന്റ്. ഇനി മാർക്കറ്റ് ഇതിന്റെ താഴെ വന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ മാത്രമേ, എന്താണ്? ക്ലോസ് ചെയ്താൽ മാത്രമേ, ഇവിടെ നമ്മൾ പറഞ്ഞു വിക്ക് ആണെന്നുണ്ടെങ്കിലും ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നുള്ള സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് CH എന്നാണ് നമ്മൾ പറയാ. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ ക്യാൻഡിൽ ക്ലോസ് കിട്ടേണ്ടതുണ്ട്. ഇതിനും വേറൊരു വേർഷനും കൂടി ഉണ്ട്, ഞാനത് ചാർട്ടിലേക്ക് എത്തുമ്പോൾ പറഞ്ഞുതരാം. ആൻഡ് ഇവിടെ ക്ലോസ് ചെയ്താൽ മാത്രമേ CH എന്നുള്ള പരിപാടി സെറ്റ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ സ്റ്റിൽ മാർക്കറ്റ് ഉള്ളത് ബുള്ളിഷ് സ്ട്രക്ചർ തന്നെയാണ്, അപ് ട്രെൻഡ് തന്നെയാണ് എന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഏതാണോ ലോവസ്റ്റ് പോയിന്റ്, ആ ഒരു ലോവസ്റ്റ് പോയിന്റാണ് ഞാൻ എടുക്കുക എന്ന് പറഞ്ഞു. വാട്ട് ഇഫ് മാർക്കറ്റ് എന്ത് ചെയ്യാണ്? എഗെയിൻ ഇവിടുന്ന് താഴത്തേക്ക് വരികയാണ് മാർക്കറ്റ്. എവിടുന്ന്? ഈ ഒരു പോയിന്റ് നിന്ന് എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വരികയാണ്. ബട്ട് ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാണ്? മുകളിലേക്ക് വീണ്ടും കയറി പോവാണ്. സോ ഇങ്ങനെ കയറി പോകുന്നതോടുകൂടി ലെറ്റ്സ് അസ്യൂം ഇവിടെ വിക്ക് ഉണ്ടെന്ന് നോക്കുക. ഈ വിക്ക് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ആയി പോവുകയാണെന്ന് നോക്കുക, ഇങ്ങനെ ബ്രേക്ക് ആവുകയാണെന്ന് നോക്കുക. എഗെയിൻ ഇവിടെ എന്താവുകയാണ്? ഇതൊരു പുതിയ BOS ആയിട്ട് മാറുകയാണ്. സോ എവിടുന്നാണോ ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള പുഷ് വന്നിട്ടുള്ളത്, ആ ഒരു പോയിന്റ് ആണ് ഇനി എന്റെ CH ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ്. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സോ അപ്പൊ ഇവിടെ ഒരു BOS എനിക്ക് കിട്ടി, ഇവിടെ ഒരു BOS എനിക്ക് കിട്ടി അല്ലേ? സോ ഇനി ഇവിടെയാണ് എന്ത് വരുന്നത്? ഇവിടെയാണ് എന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്ന ലെവല് എന്ന് പറയുന്നത്. സോ വാട്ട് ഇഫ് മാർക്കറ്റിന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ നോക്കാം നമുക്ക്. മാർക്കറ്റിന് താഴത്തേക്ക് വന്നിട്ട് ഈ ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ഒരു ലെവലിനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി ഇതെന്താവാണ്? ഇതുവരെ മാർക്കറ്റിൽ ലോ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഹയർ ലോ ഉണ്ടായിരുന്നു, എഗെയിൻ ഇവിടെ ഒരു ഹയർ ലോ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടായിരുന്നു, എഗെയിൻ ഇവിടെ ഒരു ഹയർ ലോ ഉണ്ടായിരുന്നു അല്ലേ? ഈ ഹയർ ലോയിനെ മാർക്കറ്റ് എന്ത് ചെയ്യാണ്? താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണ്. സിമ്പിൾ അല്ലേ? സോ അതോടുകൂടി എൻ്റെ ഈ അപ് ട്രെൻഡ് ഏകദേശം തിരിഞ്ഞു, ഏകദേശം അവസാനിച്ചു എന്നുള്ളതാണ് ഇതിന്റെ സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത്. സോ BOS എന്താണ്, CH എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? സോ CH കിട്ടണമെന്നുണ്ടെങ്കിൽ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണോ ലോവസ്റ്റ് ലെവൽ അതിന്റെ താഴെയായിട്ട് ഒരു ക്യാൻഡിൽ പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്യണം. അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വരിക? ലെറ്റ്സ് അസ്യൂം മാർക്കറ്റ് ഈ ഒരു പോയിന്റ് നിന്ന് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മാർക്കറ്റ് എന്തുണ്ടാക്കിയിട്ടുണ്ട്? ആദ്യം ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്, ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് കയറുന്നതോടുകൂടി ഇതെന്തായി? ഇന്റേണൽ സ്ട്രക്ചർ ആയിട്ട് മാറി. അഗെയിൻ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറി?
ഇതെന്റെ ബ്രേക്ക് സ്ട്രക്ചർ ആയിട്ട് മാറി. ഇത് ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി ഇതെന്റെ എന്തായിട്ട് മാറി, ഇതെന്റെ ലോ കൺഫേം ആയി. ഇതിന്റെ താഴെയുള്ള ലോ ആയതുകൊണ്ട് ഇതെന്റെ ഹൈ കൺഫേം ആയി. ഇതെന്റെ ലോവർ ഹൈ ആയിട്ട് മാറി. സോ എവിടുന്നാണോ ഇനി മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് മുകളിലേക്ക് കയറുന്നത്, അതോടുകൂടി എന്തുകൂടെ സംഭവിക്കുകയാണ്, ഇതെന്റെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് മാറുകയാണ്. ഇനി ഈ ഒരു പോയിന്റിനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, എന്റെ പുതിയ ബ്രേക്ക് സ്ട്രക്ചർ കിട്ടും. ഓർ എൽസ് മാർക്കറ്റ് പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഹൈനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, ഇതെന്റെ CH ആയിട്ട് മാറും. എങ്ങനെയാ സംഭവിക്കുക, ഇതിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മാത്രമേ CH സംഭവിക്കുന്നുള്ളൂ. വിക്ക് ബ്രേക്ക് ചെയ്താൽ പോരാ. മനസ്സിലായില്ലേ? സോ ഇത്രയാണ് CHഉം എന്തും വരുന്നത്, BOSും വരുന്നത്. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്നുകൂടി കാണുക. അതായത് ലാസ്റ്റ് ഞാൻ എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ള SMC കൺസെപ്റ്റിൽ സ്ട്രാറ്റജി ഞാൻ ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി. ആ ഒരു വീഡിയോ ഒന്നുകൂടി കാണുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ ഒന്നുകൂടി ബാക്ക് ചെയ്തിട്ട് കാണുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചാർട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആൻഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെന്താണ്, ഒന്ന് FVG ആണ്. FVG എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. രണ്ടാമത്തെ എന്താണ്, OB എന്നുള്ളതാണ്. സോ എന്താണ് ഈ FVG OB എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അതായത് എവിടുന്നാണോ ഈ CH ഉണ്ടാക്കാനുള്ള പുഷ് വന്നിട്ടുള്ളത്, ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ CH വരുന്നത് അല്ലേ. ഇവിടെ എൻ്റെ ബ്രേക്ക് സ്ട്രക്ചർ ആയിരുന്നു, ഇത് അതിന്റെ ലോവസ്റ്റ് പോയിന്റ് ആയിരുന്നു. ഇവിടെയാണ് എന്ത് വരുന്നത്, ഇതിന്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാലാണ് എനിക്ക് CH വരുന്നത്. സോ എവിടുന്നാണോ ഈ ഒരു പുഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇതിനും ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്, ബട്ട് അങ്ങോട്ടൊന്നും ഡീപ്പായിട്ട് നിങ്ങൾ പോകണ്ട. എവിടുന്നാണോ ഈ ഒരു പുഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു പുഷ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലെ ലാസ്റ്റ് ഓപ്പോസിറ്റ് കളർ ക്യാൻഡിൽ ആയിരിക്കും എന്തായിട്ട് വരിക, OB ആയിട്ട് വരിക, ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരിക. അതായത് ഇവിടുന്ന് താഴത്തേക്കുള്ള പുഷ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ലാസ്റ്റ് ഓപ്പോസിറ്റ് കളർ ക്യാൻഡിൽ എന്താ, ഇവിടുന്ന് താഴത്തേക്കാണ് പുഷ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും. ആൻഡ് വിക്ക് മാത്രമായിട്ട് OB വരുന്ന സമയങ്ങളുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് SMCനെ കുറിച്ച് പഠിക്കണം, മെന്റർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ആൻഡ് എന്തൊക്കെയാണ് വാലിഡ് OBs, എന്തൊക്കെയാണ് ഇൻവാലിഡ് OBs, എങ്ങനെയായിരിക്കണം ബാക്കിയുള്ള സെഷൻസിലും ബാക്കിയുള്ള മാർക്കറ്റിലും ഒക്കെ നമ്മളുടെ എൻട്രികൾ ഉണ്ടാവേണ്ടത്, എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, എൻക്വയറി ചോദിച്ചാൽ മതി. സോ ഇവിടെ എന്തായിട്ട് മാറുകയാണ്, ഈ ഒരു ലാസ്റ്റ് ഓപ്പോസിറ്റ് കളർ ക്യാൻഡിൽ ആണ് എന്റെ OB ആയിട്ട് മാറുന്നത്, ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാറുന്നത്. ഓർഡർ ബ്ലോക്കിനും ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. വിക്ക് മാത്രം ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കുന്ന സമയത്തുണ്ട്, വിക്കും ബോഡിയും കൂടെ ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കുന്ന സമയമുണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് കളർ ക്യാൻഡിലിനെ ബോഡി ഇതായിട്ട് എടുക്കുന്ന സമയമുണ്ട്, OB ആയിട്ട് എടുക്കുന്ന സമയമുണ്ട്, ഒക്കെയുണ്ട്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ എന്ത് മാത്രം മതി, ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, ഓപ്പോസിറ്റ് കളർ ക്യാൻഡിൽ. ഓക്കെ, സോ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. സോ ലാസ്റ്റ് പോയിന്റിൽ ഉണ്ടാവുന്ന ബൈയിങ് ക്യാൻഡിൽ അസ്യൂം ഞാൻ ഇവിടെ അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് മാർക്കറ്റിൽ എന്താ ഉണ്ടായിട്ടുള്ളത്, ഇവിടുന്ന് ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി, ഇവിടുന്ന് 1 സെക്കൻഡ് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോവായിരുന്നു. ആൻഡ് ഇവിടുന്ന് മാർക്കറ്റ് എന്ത് തന്നു, ഒന്ന് താഴത്തേക്ക് പുഷ് തന്നു. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവാണ്. ഇതോടുകൂടി ഇവിടെ എനിക്ക് എന്താ കിട്ടുന്നത്, ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയില്ലേ. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഇവിടുന്ന് മുകളിലേക്ക് പോയി ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് മാർക്കറ്റിന്റെ ട്രെൻഡ് ചേഞ്ച് ആക്കുകയാണ്. ട്രെൻഡ് ചേഞ്ച് ആവുന്നത്, കൺഫേം ആവുന്നത് എവിടെയാ, ഇവിടെ ഇതിന്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് കിട്ടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് CH നമുക്ക് കിട്ടുന്നത്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ താഴത്തേക്ക് വരികയാണെന്ന് വെക്കുക. ഇവിടെ എത്തുന്നതോടുകൂടി എനിക്ക് എന്ത് കിട്ടി, ഇവിടെ എനിക്ക് CH കിട്ടി അല്ലേ. CH എനിക്ക് ഇവിടെ കിട്ടി. ഓക്കെ, CH എനിക്ക് ഇവിടെ കിട്ടി. ഇനി ഇവിടെ ഒരു കാര്യം എനിക്ക് ഇവിടെ കൺഫേം ആയി. എന്താണത്, ഇവിടെ എൻ്റെ OB എനിക്ക് കൺഫേം ആയി. ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ എന്താണ്, ലാസ്റ്റ് ഉണ്ടായിരുന്ന ഓപ്പോസിറ്റ് കളർ ക്യാൻഡിൽ ആയിരുന്നു. ഇനി വേണ്ടത് എന്താണ്, ഇനിയുള്ളത് FVG ആണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. എന്താണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ലെറ്റ്സ് അസ്യൂം ഈ ഒരു ക്യാൻഡിലും മൂന്നാമത്തെ ഒരു ക്യാൻഡിലും തമ്മിൽ വിക്കുകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ഞാൻ എന്താ പറയാ, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. മേ ബി ഇത് ഇങ്ങനെ മെറ്റിഗേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റില്ല, ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. വാട്ട് ഇഫ് ഇതും
ഇതും തമ്മിലൊരു പിന്നെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലോ, അപ്പം ഇതായിട്ട് മാറും എൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ളത് മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ചാർട്ടിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഞാനുള്ളത് GBP USDയുടെ ചാർട്ടിലാണ്. GBP USDയുടെ ചാർട്ടിൽ ഞാനൊരു ഇൻഡിക്കേറ്റർ അവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ ഇൻഡിക്കേറ്റർ? ഇവിടെ ഞാൻ ഇൻഡിക്കേറ്റർ സെഷനിലേക്ക് പോയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഏതാണ് ആ ഇൻഡിക്കേറ്റർ എന്നുള്ളത്. ഞാനിവിടെ പ്ലോട്ട് ചെയ്തേക്കുന്ന ഇൻഡിക്കേറ്റർ ഈ ഒരു ഇൻഡിക്കേറ്ററാണ്. FX മാർക്കറ്റ് സെഷൻ എന്താണ് ബോയ് ടോക്കി എന്ന് പറഞ്ഞ ഒരു ഡെവലപ്പറുടെ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററിനാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ലൈക്ക് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യുക. ഇങ്ങനെ സ്റ്റാർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനുശേഷം അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നിങ്ങളുടെ ചാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനെ മാത്രം ചാർട്ടിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നേരെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഡിക്കേറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ ഈ എന്താണോ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതിനെ മാത്രം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ആസ് ഓഫ് നോ ഇതിനെ മാത്രം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. സോ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ടൈമിങ്സ് ഉണ്ട്, സെഷന്റെ ടൈം ഉണ്ട്. ഈ ഒരു ടൈം മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി ഇതിന്റെ കളർ ഒന്നും ഡോണ്ട് മാറ്റർ. ഇതെന്താണ്, ഇത് ഈ ലൈനിന്റെ കളറാണ് കേട്ടോ. സോ ഈ ടൈം മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് അതിനകത്ത് ഫസ്റ്റ് മുതൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സോ ഇവിടെ ടൈം വരുന്നത് GMT -5 ആണ്. ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെഷന്റെ ടൈം വരുന്നത്, സെഷൻ പേര് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലണ്ടൻ എന്നാണ്. നിങ്ങൾ അതിന് പകരം രാമെന്നോ കുഞ്ഞെന്നോ ആര് വേണമെങ്കിലും കൊടുത്തോ, നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് എന്താണെന്നുള്ളത് മനസ്സിലായാൽ മതി. സോ ഇവിടെ ടൈം എന്താണ് 1 to 5 ആണ്. സെഷൻ 2 ന്യൂയോർക്കാണ് കൊടുത്തിട്ടുള്ളത്. 7 to 10 ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഇതാണ്. സോ അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേര് കൊടുത്തോ, നമ്മുടെ വീട്ടിലെ പിള്ളേരെ അങ്ങനെ ഒരു പേര് കൊടുത്തോ. ആൻഡ് അതിനുശേഷം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ സെഷൻ വരുന്നുണ്ട്, ലണ്ടൻ ക്ലോസ് വരുന്നുണ്ട്, ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ സോഫാർ അല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. സോ ഇതിനെ ഞാൻ ചാർട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. എനിക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്, ലണ്ടൻ സെഷൻ എന്ന് കാണാൻ പറ്റുന്നുണ്ട്, ഏഷ്യ സെഷൻ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതിന്റെ മുകളിലേക്ക് ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലണ്ടൻ ക്ലോസ് എന്ന് കാണുന്നുണ്ട്, ന്യൂയോർക്ക് എന്നുള്ളതും കാണുന്നുണ്ട്. സോ എനിക്ക് വേണ്ടത്, എൻ്റെ സ്ട്രാറ്റജിയിൽ വേണ്ടത് ഈ ഒരു സെഷനാണ്, ന്യൂയോർക്ക് സെഷനാണ്. ഓക്കെ, ഈ ഒരു ന്യൂയോർക്ക് സെഷനും അതുപോലെ തന്നെ ഈ ലണ്ടൻ ക്ലോസുമാണ് എൻ്റെ സ്ട്രാറ്റജിയിൽ എൻ്റെ കാര്യങ്ങൾ, ട്രേഡ് ഓപ്പൺ ആയി വരുന്ന പോയിന്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു 2 സമയം മാത്രമേ എനിക്ക് ആവശ്യം വരുന്നുള്ളൂ. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ആക്ഷൻ വരുന്നത് എപ്പോഴാണെന്നറിയോ, ഈ ന്യൂയോർക്ക് സെഷൻ ക്ലോസ് ചെയ്തതിനു ശേഷമാണ്. അതായത് ഏകദേശം എപ്പോഴാണ് ടൈം ഉള്ളത്, ഏകദേശം 8:30 അല്ലേ, 20:30 എന്ന് പറഞ്ഞാൽ 8:30 അല്ലേ. ആൻഡ് എൻ്റെ ആക്ഷൻ വരുന്നത് ടിൽ 10:30 വരെയാണ്. ഈ ഒരു 2 മണിക്കൂർ മാത്രമേ എനിക്ക് ഈ ഒരു പരിപാടി വരുന്നുള്ളൂ. ലാവിഷായിട്ട് പൈസ ഉണ്ടാക്കാം, ലാവിഷായിട്ട് ട്രേഡിങ്ങിൽ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. സോ ആകെ വേണ്ടത് 8:30 മുതൽ 10:30 വരെയുള്ള സമയമാണ്. ഈ ഒരു ഇൻഡിക്കേറ്ററാണ്. എന്താണ് CHOCH, എന്താണ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, എന്താണ് FVG, എന്താണ് ഓർഡർ ബ്ലോക്ക്, ഞാനിപ്പോൾ ഈ പറഞ്ഞത് മാത്രം നോക്കിയാൽ മതി. അതല്ലാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ കൺഫ്യൂസ്ഡ് ആവാനുള്ള പ്രോബബിലിറ്റി അവിടെയുണ്ട്. സോ അതുകൊണ്ട് ഇത്ര മാത്രം നോക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നേരെ ബാക്കിലേക്ക് പോവാണ്. ഞാനുള്ള ചാർട്ട് ഏതാണ്, GBP USD എന്നുള്ള ചാർട്ടാണ്. GBP USD, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് US ഡോളർ അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു, ബാക്കിലേക്ക് പോയി. സോ ഇവിടെ മുതലുള്ള ഡാറ്റാസ് ഞാൻ നോക്കുകയാണ്. ഏതൊക്കെ എനിക്ക് ടൈം വേണ്ടത്, ഏതാണ്, ന്യൂയോർക്കും ആൻഡ് അത് കഴിഞ്ഞിട്ട് ലണ്ടൻ ക്ലോസും അല്ലേ. സോ ഫസ്റ്റ് തിങ് എനിക്ക് ന്യൂയോർക്ക് സെഷൻ ഇവിടെ എനിക്ക് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്താണ് ന്യൂയോർക്ക് സെഷൻ മാർക്ക് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ, ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്ന സമയം ഇവിടെ മുതൽ, അതായത് ന്യൂയോർക്കിന്റെ ഏറ്റവും കൂടുതൽ വോളിയം വരുന്ന സമയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ കിൽ സോൺ വരുന്നത്. സോ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 10:30 വരെയാണ് എന്നുള്ളതാണ്. അല്ലാണ്ട് ന്യൂയോർക്ക് മാർക്കറ്റ് അടക്കുന്ന സമയമല്ല കേട്ടോ അത്. ന്യൂയോർക്കിൽ ഏറ്റവും കൂടുതൽ വോളിയവും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കിൽ സോൺ വരുന്നത്. സോ ആ ഒരു സമയം എന്നുള്ളത് 8:30 വരെയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഫണ്ട. സോ 8:30, അതായത് ഇതിന്റെ സിമ്പിൾ മെത്തേഡ്, സിമ്പിൾ ആയിട്ടുള്ള ഇതിന്റെ കാര്യം എന്താണെന്നറിയാം, ഏറ്റവും കൂടുതൽ വോളിയം വരുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റേഞ്ചിലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ റേഞ്ചിൽ എന്തുണ്ടാവും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും അല്ലേ. സോ ആ സ്റ്റോപ്പ് ലോസിനെ മാർക്കറ്റ് ഗ്രാബ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനുമായിട്ട് മാർക്കറ്റ് മേക്കേഴ്സ് അങ്ങോട്ടേക്ക് മാർക്കറ്റിനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഫണ്ട എന്ന് പറയുന്നത്. സോ എനിക്ക് വേണ്ടത് എന്താണ്, ഇതിന്റെ മുകളിലുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യണം, ഓറൽസ് ഇതിന്റെ താഴെയുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യണം. അതായത് ഇതിന്റെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇതെന്താ പുതിയ സംഭവം എന്ന് ആലോചിക്കേണ്ട. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്നുള്ളതാണ്. സോ
പെൻഡിങ് ഓർഡേഴ്സ് അതിനെ ഗ്രാബ് ചെയ്യണം. അതിനെ ഗ്രാബ് ചെയ്യാനായിട്ട് മാർക്കറ്റ് വരുന്നത് എപ്പോഴാ? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് മാർക്കറ്റ് വരണേ, അല്ലേ? സോ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് മാർക്കറ്റ് വരുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഇവിടെ വെച്ചിട്ട് മാർക്കറ്റിൽ എന്തുണ്ടായിരുന്നു? ഇവിടെ വെച്ചിട്ടാണ് മാർക്കറ്റിൽ ലാസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എനിക്ക് കാണിക്കുന്നത്. ഇതല്ലേ എൻ്റെ ഈ ഒരു ലെഗിൽ, അതായത് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് വന്നു, താഴത്തേക്ക് വന്നു. സോ ഇതെന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ലെവലായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ തന്നു, എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി. ഇവിടുന്ന് വന്നിട്ട് ഇവിടെ ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ മാർക്കറ്റ് ഉണ്ടാക്കി, ഇവിടെ ആയിട്ട് ലോ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ലോയിനെ ഞാൻ എടുക്കണേ? അതായത് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയപ്പോൾ ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള പുഷ് വന്നിട്ടുള്ളത് ഇവിടുന്നാണ്. സെറ്റാണ് പരിപാടി. ഇത്രയും കാര്യം ഓക്കെയാണ്. സോ ഇവിടെ എനിക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇനി അങ്ങോട്ടാണ് എൻ്റെ അംഗം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി വൺസ് എനിക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേണ്ടത് എന്താണ്? എനിക്ക് വേണ്ടത് ഒരു വാലിഡ് OB ആണ്. എവിടെ എനിക്ക് വാലിഡ് OB ആയിട്ട് എടുക്കാൻ പറ്റുക? ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഞാൻ എന്ത് ചെയ്തു? വാലിഡ് OB ആയിട്ട് എടുത്തു. ഓക്കെ ആണേ? ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഞാൻ വാലിഡ് OB ആയിട്ട് എടുത്തു. സോ എൻ്റെ വാലിഡ് OB ആയിട്ടുള്ളത് ഇവിടെ ഈ ഒരു പോയിന്റ് ആണ്. ഞാൻ അതിനെ ചുമ്മാ ഇവിടെ പിന്നെ ഇത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം. സോ നിങ്ങൾക്കത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. സോ ഇതിനെ ഞാൻ എൻ്റെ വാലിഡ് OB ആയിട്ട് എടുത്തു. ആൻഡ് ഇനി എനിക്ക് വേണ്ടത് എന്താണ്? FVG എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കുകയാണ് വേണ്ടത്. ഓക്കെ, FVG എവിടെയാണുള്ളത്? സോ ഈ ക്യാൻഡിലും, അതായത് ഈ റെഡ് ക്യാൻഡിലും ഈ റെഡ് ക്യാൻഡിലും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല, അല്ലെ? ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ റെഡ് ക്യാൻഡിലെ വിക്ക് എന്തായിട്ടുണ്ട്? ഈ വിക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഈ റെഡ് ക്യാൻഡിലും ഇതും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടോ? ഓക്കെ, ചെറിയൊരു FVG എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? ബട്ട് ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെഡ് ക്യാൻഡിലും ഈ ക്യാൻഡിലും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടോ? ഇവിടെ എനിക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു FVG ഇല്ലേ? ഉണ്ട്, അല്ലേ? സോ മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലേക്ക് വന്നു. ഈ FVGയിൽ എനിക്ക് ടാപ്പ് കിട്ടി. ഇത് ഇവിടെ തന്നെ കിട്ടിക്കോളണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടോ? യാതൊരു നിർബന്ധവുമില്ല. മാർക്കറ്റ് ക്യാൻ കം അപ് ടു ദിസ്, ഓർ ഇതിന്റെ മുകളിൽ വന്നിട്ട് ട്രോഫിയും മാർക്കറ്റ് തന്നേക്കാം. മനസ്സിലാവുന്നുണ്ടോ? 90% റേഷ്യോ എന്ന് പറഞ്ഞാൽ അവിടെ 10% സ്റ്റിൽ റിമൈനിങ് ആണ്. അത് SL കിട്ടാനുള്ളതാണ്. സോ ചാടി കയറിയാണ്ട് കയ്യിലുള്ള പൈസ ഒക്കെ ക്വാണ്ടിറ്റി എടുത്ത് വെക്കണ്ട. 0.01 എന്നുള്ള ലോട്ടിൽ ട്രേഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഇവിടെ വന്നാൽ എനിക്ക് എൻ്റെ ക്വാണ്ടിറ്റിനെ ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യാം? എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിന്റെ മുകളിലാണ് ഞാൻ വെക്കേണ്ടത്. ഇതിന്റെ മുകളിൽ വിത്ത് ബഫർ. ഇതിനെ തൊട്ടില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോയി വെക്കണ്ട. കുറച്ച് പിപ്സ് കൂടുതലായിട്ട് വെക്കുക. ഓറൽസ് എന്ത് ചെയ്യുക? ഓറൽസ് ചാർട്ടിനെ ഒന്ന് ബാക്കിലേക്ക് ആക്കി നോക്കുക. എവിടെയെങ്കിലും നിയറസ്റ്റ് ആയിട്ട് ഒരു സിംഗ് മാർക്കറ്റിൽ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് വെക്കുക. ഒരുപാട് ദൂരം ഒന്നും കൊണ്ടുപോയി വെക്കണ്ട കേട്ടോ. ഇതിനെ തൊട്ട് മുകളിലായിട്ടൊരു 5-10 പിപ്സിന്റെ മുകളിലേക്ക് ഒരു സിംഗ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് വെക്കുക കേട്ടോ. സോ ഇവിടുന്നാണ് ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. എവിടെ വെച്ചിട്ടാ? ഞാൻ ഈ ഒരു FVGയിൽ വെച്ചിട്ടാണ് എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വെക്കുക. ഇതിന്റെ മുകളിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസിനെയും പ്ലാൻ ചെയ്യാണെന്ന് വെക്കുക. സ്റ്റോപ്പ് ലോസ് ഞാൻ എവിടെ പ്ലാൻ ചെയ്യുന്നത്? എപ്പോഴും ഓർഡർ ബ്ലോക്കിന്റെ മുകളിൽ ചെറിയ ഒരു ഗ്യാപ്പ് കൂടി കൊടുത്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? FVGനെ ഞാൻ പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ ടാർഗറ്റിനെ ഞാൻ SLനെ ഞാൻ പ്ലാൻ ചെയ്യേണ്ടത്. സോ എന്താണോ നിയറസ്റ്റ് സിംഗ്, ആ ഒരു സിംഗ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എനിക്ക് വരും. ഏതാ നിയറസ്റ്റ് സിംഗ്? ഇവിടെ ഇതാണ് എൻ്റെ നിയറസ്റ്റ് സിംഗ്, അല്ലേ? സോ അതെൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എനിക്ക് വരും. ആൻഡ് ഇതിനെ എനിക്ക് ഫൈനൽ ടാർഗറ്റ് ആയിട്ടും എടുക്കാം. എങ്ങനെ? എൻ്റെ റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും ഒക്കെ അനുസരിച്ച് എനിക്ക് 1:1.5 1:2 വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1:2.5 വന്നിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. റിസ്ക് എടുത്തുകൊണ്ട് അതിനെ റൈഡ് ചെയ്യാനായിട്ടൊന്നും പോകണ്ട. അതിനെ നിങ്ങൾക്ക് ഫൈനൽ ടാർഗറ്റ് ആയിട്ട് കൊടുക്കാം. ആൻഡ് അത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സിംഗ് ആയിരിക്കണം സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ എവിടെയാണ് അടുത്ത സിംഗ് വന്നിട്ടുള്ളത്? ഇതാണ് അടുത്ത സിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്, അല്ലേ? സോ ഇവിടെയും എത്തിയിട്ട് നിങ്ങൾ പിന്നെ അതിനെ SLലേക്ക് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തുക. ട്രേഡിങ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സിമ്പിൾ, അത്രയേ ഉള്ളൂ പരിപാടി. സോ എഗെയിൻ ഞാൻ നോക്കുന്നത് എന്താ? എൻ്റെ പരിപാടി ഇവിടെ കൊണ്ട് തീർന്നു. ഏകദേശം 10:30 ഇവിടെ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തു. ഇവിടെ എത്തിയപ്പം, അതായത് പിന്നെ 12:30 ആയപ്പോൾ എൻ്റെ പരിപാടി തീർന്നു. ഇനി എനിക്ക് മാർക്കറ്റിൽ യാതൊരു പരിപാടിയില്ല. കുളിച്ച് സ്വപ്നം കണ്ട് എന്തൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുക? ഓടി വാങ്ങിക്കണം, എന്താ പറയുക, എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങൾ. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് കുറേ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കണക്കൂട്ടിയിട്ട് നാളെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ പഞ്ച് ചെയ്യുക എന്നുള്ള ചിന്തയിൽ വരണ്ട. നാളെയും ഈ ഡിസിപ്ലിനിൽ തന്നെ പോകണം എന്നുള്ള ചിന്തയിൽ വന്നിട്ട് എന്ത് ചെയ്യുക? എഗെയിൻ അടുത്ത ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആവാനായിട്ട് കാത്തിരിക്കുക. എന്തിനാ കാത്തിരിക്കുന്നത്? ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആവാനായിട്ട് കാത്തിരിക്കുക. സോ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആയി. ന്യൂയോർക്ക് സെഷന്റെ ഹൈ ഉള്ളത് ഇവിടെയാണ്, ന്യൂയോർക്ക് സെഷന്റെ ലോ ഉള്ളത് ഇവിടെയാണ്.
ന്യൂ ഇയർ സെഷന്റെ ലോയിന്റെ താഴെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ബ്രേക്ക് ചെയ്തു. ആൻഡ് ഇവിടെ എനിക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, ഇവിടെ എനിക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു അല്ലേ. ഇതെന്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്, ഇതെന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്. കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലേ. ഇവിടെയല്ലേ നമ്മുടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും വരണേ. സോ ഇവിടെ എൻ്റെ ബ്രേക്ക് ഓഫ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. സോ എൻ്റെ ഒ ബി എവിടെയുള്ളത് ഈ കേസിൽ? ഈ കേസിൽ എൻ്റെ ഒ ബി ഉള്ളത് ഇവിടെയാണ് അല്ലേ. എൻ്റെ എഫ് ഇ ജി എവിടെയുള്ളത്? സോ എൻ്റെ ഫസ്റ്റ് എഫ് ഇ ജി ആയിട്ട് എനിക്ക് എന്തിനെടുക്കാം? ഈ ഒരു പോയിന്റിനെ എടുക്കാം. ഏതൊരു പോയിന്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്? ഇവിടെ ഈ ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അല്ലേ. സോ അതിന്റെ തൊട്ടടുത്തായിട്ട് എനിക്ക് എന്ത് കൂടെ ഉണ്ട്? ഒ ബി കൂടെ ഉണ്ട്. ബട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അതായത് ഇവിടുന്ന് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്, ഇതിന്റെ താഴെ വിത്ത് ബഫർ ഞാൻ എസ് എൽ കൊടുക്കുകയാണ്, ഓറൽസ് താഴെയുള്ള സിങ് എന്ന് പറഞ്ഞാൽ ഈ സിങ് ആണ്. ഇതിന്റെ താഴെയായിട്ട് ഞാൻ എൻ്റെ എസ് എല്ലിനെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? 1:7 1:3 4 കിട്ടുന്ന ഒരു ട്രേഡ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയാം? റൂളായിട്ട് പോവാന്നുള്ളതാണ്. എന്താണ് റൂൾ എന്ന് പറഞ്ഞാൽ, എന്താണോ ലണ്ടൻ സെഷൻ അത് കഴിഞ്ഞിട്ടാണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ എടുക്കാണ്ടിരിക്കുക. എനിക്ക് എപ്പോഴാണ് എൻ്റെ എൻട്രി കിട്ടേണ്ടത്? ലണ്ടൻ സെഷൻ തീരുന്നതിന് മുമ്പ്, അതായത് 10:30 മുമ്പ് എൻ്റെ എൻട്രി കിട്ടണം. ഇത് കഴിഞ്ഞിട്ടുള്ള എൻട്രിനെ എടുക്കാണ്ടിരിക്കുക. ഇവിടുന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ പോകുന്ന കാശൊക്കെ എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിലാവും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അത്യാഗ്രഹികളാവും അല്ലേ. സോ അതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുത്തിയൊന്നും ട്രേഡ് ചെയ്യണ്ട കേട്ടോ. 10:30 ആകുമ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പരിപാടി നിർത്തിയിട്ട് ഉറങ്ങിക്കോളുക കേട്ടോ. സോ ഫൈൻ, മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ടാർഗറ്റ് എണ്ണാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതും എണ്ണാം അല്ലേ. ബട്ട് അതൊരു ആക്ച്വൽ മെത്തേഡ് അല്ല. ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ നമുക്ക് ആക്ച്വലി കിട്ടേണ്ട പോയിന്റ് അത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് വന്നിട്ടുള്ളത്? ഓക്കെ, ന്യൂ ഇയർ സെഷൻ വന്നിട്ടുള്ളത് എവിടെയാണ്? ന്യൂ ഇയർ സെഷൻ വന്നിട്ടുള്ളത് ഒന്ന് ഇതാണ്. സോ ഇതിന്റെ താഴേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. സോ അതിന്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ആക്കിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം എനിക്ക് എൻട്രി വന്നിട്ടില്ല. ആൻഡ് നോക്കേണ്ട കാര്യം എന്താ? ഇവിടെ ന്യൂ ഇയർ സെഷന്റെ ഹൈ ഇവിടെയുള്ളത്, ലോ ഇവിടെയുള്ളത് അല്ലേ. സോ ലണ്ടൻ സെഷൻ ഇവിടെ തീരുന്നത് വരെ ഇതിന്റെ ലോന മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല? സ്വീപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം ഞാൻ ആ കളിയിലില്ല. അടുത്ത ദിവസത്തേക്ക് ഞാൻ നോക്കുകയാണ്, ലൈക്ക് ന്യൂ ഇയർ സെഷൻ നോക്കുകയാണ്. ഓക്കെ, ന്യൂ ഇയർ സെഷൻ ഇവിടെ കഴിഞ്ഞു. ആൻഡ് അതിനുശേഷം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എഗെയിൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എവിടെ കാണിക്കുന്നത് നോക്കുക. ഇവിടെ ഇവിടെ ബിയോസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. എഗെയിൻ ഇവിടെയാണ് ബിയോസ്, ഇവിടെയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്നത് അല്ലേ. സോ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്ന സ്ഥലത്ത് എനിക്ക് എന്താണ് വേണ്ടത്? 2 കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത്. എന്താണ് ഇവിടെ എനിക്ക് വേണ്ടത്? ഫസ്റ്റ് തിങ് എനിക്ക് എന്താണ്? ഒരു എഫ് ഇ ജി ആണ്, ഒ ബി ആണ്. സോ അത് രണ്ടും ഇത് തന്നെയാണ് അല്ലേ. സോ എഫ് ഇ ജി ഒ ബി ഇത് തന്നെയാണെന്ന് എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലും തമ്മിൽ ഒരു ചെറിയ എഫ് ഇ ജി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ഇതാണ് എൻ്റെ ഒ ബി ആയിട്ട് വരുന്ന ക്യാൻഡിൽ. സോ അതിന്റെ താഴെ എന്തായിട്ടുണ്ട്? ഈ ഒരു വിക്ക് കൂടിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, സംടൈംസ് വിക്ക് പോലും എന്തായിട്ട് മാറും? ഒ ബി ആയിട്ട് മാറും എന്ന് പറഞ്ഞത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കേണ്ട പോയിന്റ് എന്താണ്? ഈ ഒരു പോയിന്റിനെയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ചാർട്ടിൽ എസ് എൽ ആയിട്ട് പ്ലേസ് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? നിയറസ്റ്റ് ആയിട്ടുള്ള സ്വിങ് എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ ഇതിന്റെ താഴെ വേണം എൻ്റെ എസ് എല്ലിനെ ഞാൻ പ്ലേസ് ചെയ്യാനായിട്ട്. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഞാൻ എൻ്റെ എസ് എല്ലിനെ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഇവിടുന്ന് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നു. ഇതിന്റെ താഴെ ഞാൻ എൻ്റെ എസ് എല്ലിനെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടുന്ന് ഞാൻ നോക്കേണ്ട എന്താണ്? നിയറസ്റ്റ് സ്വിങ് ഒന്ന് ഇതാണ്. ഓക്കെ അല്ലേ, നിയറസ്റ്റ് സ്വിങ് ഒന്ന് ഇതാണ്. സോ ഇതിനെ ഞാൻ എൻ്റെ ടാർഗറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു. ആൻഡ് അതിനും മുകളിലേക്ക് ഞാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ? പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം 1:2 മുകളിലുള്ള ഒരു ടാർഗറ്റ് ഓൾറെഡി എനിക്ക് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. അതും എൻ്റെ സൗകര്യത്തിന്, എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുള്ള സമയത്താണ് എനിക്കിത് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ മാത്രമേ എനിക്ക് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. 3 എക്സാമ്പിൾ നമ്മൾ നോക്കിയില്ലേ? ഇതുവരെ എസ് എൽ കിട്ടിയിട്ടില്ല അല്ലേ. അതിനർത്ഥം ഇതിനകത്ത് എസ് എൽ കിട്ടൂല എന്നുള്ളതാണോ? ഇല്ല, നല്ലതുപോലെ കപ്പടിച്ച് കൈ തരും. സോ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കാണ്ട് ഒരിക്കലും എന്താക്കാൻ പോകണ്ട? ട്രേഡ് ചെയ്യാൻ പോകണ്ട. എഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ പറഞ്ഞ അഗ്രസീവ് മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുള്ളത് അല്ലേ. ആൻഡ് ഇതിനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആക്കി എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. എടുക്കുന്ന ആളുകളുണ്ട്. എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടറിന്?
ക്യാൻഡിൽ ക്ലോസ് നിർബന്ധമില്ല, വിക്ക് കൊണ്ട് ക്ലോസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കാണുന്ന ആൾക്കാർക്ക് ഇത് ബ്രേക്ക് സ്ട്രക്ചർ ആണ്. സോ നിങ്ങളും അത് കാണണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ഇത് അഗ്രസീവ് എൻട്രി ആണ്. സോ ഇങ്ങനെയുള്ള അഗ്രസീവ് എൻട്രികളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ 0.01 ലോട്ടിൽ ട്രേഡ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഇല്ല. അതല്ല 0.02 ലോട്ടിൽ ട്രേഡ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ അഗ്രസീവ് എൻട്രി നിങ്ങൾക്ക് എത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? 0.01 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ട്രേഡ് എടുത്തിട്ട് പൈസ അച്ചടിക്കാമെന്ന രീതിയിൽ മാർക്കറ്റിനെ നോക്കാണ്ടിരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ FEG ഉണ്ട്, ഇവിടെ OB ഉണ്ട്, ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് ടാപ്പ് കിട്ടി, ഇവിടുന്ന് ഇതിന്റെ താഴെ വിത്ത് ബഫർ SL വെച്ചിട്ട് എന്റെ ട്രേഡാണ്. ഇവിടെയും എനിക്ക് പ്രോഫിറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. സോ ദാറ്റ് ഡസന്റ് മീൻ കയ്യിലുള്ള പൈസ ഒക്കെ ഇവിടെ കൊണ്ടുപോയിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല. ഇതെന്തല്ല, ഇതൊരിക്കലും എന്താ പറയാ അഗ്രസീവ് ആവാനുള്ള ഒരു സെറ്റപ്പേ അല്ല. ടു അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ടു അഗ്രസീവിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ. അതുകൊണ്ട് ഇവിടെ ആ ഒരു രീതിയിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ യൂഷ്വലി എടുക്കുന്നതിന്റെ 50% മാത്രം ക്വാണ്ടിറ്റിയിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. എഗെയിൻ ന്യൂ ഇയർ സെഷൻ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ന്യൂ ഇയർ സെഷന്റെ ഹൈ എവിടെയാണ് സ്വീപ്പ് ചെയ്തിട്ടുള്ളത്, ലിക്വിഡിറ്റി എവിടെ ഗ്രാബ് ചെയ്തിട്ടുള്ളത്, ഇവിടെയാണ് അല്ലേ. ഇതിന്റെ താഴെ വന്നു, ഇവിടെയാണ് ഇത് ഗ്രാബ് ചെയ്തിട്ടുള്ളത്. ബട്ട് ആ ഒരു സമയത്ത് മാർക്കറ്റിൽ ഈ ഒരു പുഷ് ഇവിടുന്നാണ് വന്നിട്ടുള്ളത്, എഗെയിൻ ഈ ഒരു പുഷ് ഇവിടുന്നാണ് വന്നിട്ടുള്ളത്. സോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അഗ്രസീവ് ആയിട്ട് എല്ലായിടത്തും പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് എന്താവുന്നുണ്ട്, ഓക്കെ ഇതിന്റെ താഴെ ബ്രേക്ക് സ്ട്രക്ചർ വന്നിട്ടുണ്ടല്ലേ. സോ ഈ ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള ഹൈ എവിടുന്നാണ് വന്നിട്ടുള്ളത്, ഓക്കെ ഇവിടെയാണ്. ഓക്കെ അപ്പോൾ നമുക്കത് വന്നിട്ടില്ല. എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ വന്നിട്ടുണ്ട്, എഗെയിൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ വരണം, എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ വന്നിട്ടുണ്ട്, എഗെയിൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ല, ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് ക്യാൻഡിൽ ക്ലോസ്, ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ നോർമൽ എൻട്രി ആണ്. അതായത് ഇത് നമ്മുടെ OB ആണ്, ഇത് നമ്മുടെ FEG ആണ്. സോ അങ്ങോട്ടേക്ക് മാർക്കറ്റ് വന്നു, അവിടുന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു പുഷ് കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ കാര്യം? മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ 4-5 എക്സാമ്പിൾസ് നോക്കി, അത്ര മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കിയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക. സോ JPYയിൽ ഞാൻ 2-3 എക്സാമ്പിൾസ് കൂടി കാണിച്ചു തരാം, 2 എക്സാമ്പിൾസ് കൂടി കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ക്വിക്കായിട്ട് ഇതിനെ വൈൻഡ് അപ്പ് ചെയ്യാം. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, ഏഷ്യ സെഷൻ ആൻഡ് ന്യൂയോർക്ക് സെഷൻ. ന്യൂയോർക്ക് സെഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് എൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എനിക്ക് വരുന്നത്, ലിക്വിഡിറ്റി സീപ്പ് ആവുന്നത് എവിടെയാണ്, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അല്ലേ. സോ ഇവിടെ വന്നിട്ട് എനിക്ക് ബ്രേക്ക് സ്ട്രക്ചർ വന്നു, എഗെയിൻ ഇവിടെ വന്നിട്ട് എനിക്ക് ബ്രേക്ക് സ്ട്രക്ചർ വന്നു, ഇവിടെ എനിക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. സോ ഇതിന്റെ താഴെയുള്ള OB-നെയും FEG-നെയും ഞാൻ മാർക്ക് ചെയ്തു വെച്ചു. സോ FEG ആണെന്നുണ്ടെങ്കിൽ ഇതായിട്ട് വരുന്നുണ്ട്, OB ആണെന്നുണ്ടെങ്കിൽ ഇതായിട്ട് വരുന്നുണ്ട്. സോ ഇവിടേക്ക് എനിക്ക് ടാപ്പ് കിട്ടി, ഇവിടെ വെച്ചിട്ട് എൻ്റെ ട്രേഡാണ്, ഇതിന്റെ താഴെ വെച്ചിട്ട് എൻ്റെ SL ആണ് വിത്ത് ബഫർ. ഇതിനകത്ത് എന്താണ്, ഇതിനകത്തെങ്കിലും SL കിട്ടണേ, അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളായി പോകും. ഇല്ല, ഇതിനകത്തും ടാർഗറ്റ് ആണ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്താ വേണ്ട, ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യേണ്ട കേട്ടോ. ക്ലിയർ ആയിട്ട് കൺഫ്യൂഷനുള്ള ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ വിട്ടുകളയാ. ഇത് FEG ആണോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്നാൽ, ഇത് OB ആണോ എന്നുള്ളൊരു ചിന്ത ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് വന്നാൽ വിട്ടേക്കുക. അതല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ല, അതങ്ങനെയല്ല പരിപാടി കേട്ടോ. സോ ആ ഒരു രീതിയിൽ മാത്രം കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ, എഗെയിൻ ഇത് ന്യൂയോർക്ക് സെഷൻ ആണ്. എഗെയിൻ ന്യൂയോർക്ക് സെഷന്റെ ഹൈ എവിടെ സ്വീപ്പ് ചെയ്തു, ഇവിടെ വന്നിട്ട് ഹൈ സ്വീപ്പ് ചെയ്തു അല്ലേ. സോ ഇതിനു ശേഷം നമുക്ക് വേണ്ടത് എന്താണ്, ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് വേണ്ടത്. ബട്ട് ഈ ഹൈ സ്വീപ്പ് ചെയ്യാനുള്ള പുഷ് എവിടുന്നാണ് വന്നിട്ടുള്ളത്, ഇതാണ് അല്ലേ. സോ ഇവിടെ എനിക്ക് എന്ത് കിട്ടിയിട്ടില്ല, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടില്ല. ബട്ട് എഗെയിൻ മാർക്കറ്റ് ഇങ്ങോട്ട് പോയി, ഇവിടെ ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി, അതിന്റെ ലോ ഇവിടെ ആയിരുന്നു. എഗെയിൻ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് സ്ട്രക്ചർ തന്നു, അതിന്റെ ലോ എവിടെയാ, ഇവിടെയായിരുന്നു. ബട്ട് അപ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് FEG-യും OB-യും ഒക്കെ വന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് FEG OB വന്നിട്ടുണ്ടോ നോക്കാലോ. ഓക്കെ, ഇവിടെ ഇതാണ് എൻ്റെ OB, ഇതും എൻ്റെ ഒരു FEG ആയിരുന്നു, ഇതും എൻ്റെ ഒരു FEG ആയിരുന്നു. അങ്ങോട്ടേക്ക് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് അപ്പോഴേക്കും എന്തായിട്ടുണ്ട്, 10:30 കഴിഞ്ഞിട്ടുണ്ട്, കിടന്നുറങ്ങേണ്ട സമയമായിട്ടുണ്ട്. മൂത്രമൊഴിച്ചിട്ട് പോയി മിണ്ടാതെ കിടന്നുറങ്ങുക. അത് കഴിഞ്ഞിട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യേണ്ട എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അത് എണ്ണുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്, ടാർഗറ്റിലേക്ക് വന്നിട്ടുള്ള ട്രേഡാണ് അല്ലേ. ബട്ട് റൂൾ ഈസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നും നമുക്ക് മാറ്റി കളിക്കാനുള്ളതല്ല. എന്താണോ റൂള്, എന്താണോ എൻ്റെ ട്രേഡ് സെറ്റപ്പ്, അതിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോക്കസ് ചെയ്യുക, അതിന് ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കുക. അല്ലാണ്ട് തോന്നും പോലെ മാറ്റി കളിക്കാനുള്ളതല്ല റൂൾ. സോ ലാസ്റ്റ് എക്സാമ്പിൾ കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് ഇതിനകത്തൊരു SL എങ്കിലും വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. സോ SL കിട്ടുന്നത് നോക്കാം നമുക്ക്. ലണ്ടൻ, ന്യൂയോർക്ക് അല്ലേ. സോ ന്യൂയോർക്ക് ഓക്കെ, ന്യൂയോർക്കിന്റെ ലോ ഇവിടെ സ്വീപ്പ് ആക്കിയിട്ടില്ല.
ന്യൂയോർക്കിന്റെ ഹൈ ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് സ്ട്രക്ചർ തന്നു, അതിന്റെ ചേഞ്ച് ഇവിടെയാണ്. എഗെയിൻ ഇതാ ഒരു ഇൻഡിക്കേറ്ററിന്റെ ബാക്കി ഹൈഡ് ചെയ്തിട്ട പോയിന്റ് കേട്ടോ. സോ അതിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ വരണേ, അതിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ വരണേ, അതിന്റെ ബ്രേക്ക് സ്ട്രക്ചർ ഇവിടെ വരണേ. ബട്ട് അപ്പോഴേക്കും എന്തായി, സെഷൻ തീർന്നു അല്ലേ, 10:30 തീർന്നു അല്ലേ. സോ എഗെയിൻ ഒറ്റ ലാസ്റ്റ് എക്സാമ്പിൾ കൂടി നോക്കിയിട്ട്, വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിലും ഒറ്റ എക്സാമ്പിൾ കൂടി നോക്കിയിട്ട് ഇവിടെ എന്താവുന്നില്ല, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെയും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ എന്താണ് സെഷൻ, എങ്ങനെയാണ് ഇത് നോക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നമ്മൾ നോക്കിയിട്ടുള്ള പെയറുകൾ ഏതൊക്കെയാണ്, GBP USD ആൻഡ് അതുപോലെ തന്നെ GBP JPY, യൂറോ USD, GBP AUD ആൻഡ് അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൂടി കൂടിക്കോ, GBP CAD ആൻഡ് അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇത് കൂടി കൂട്ടിക്കോ, പിന്നെ USD AUD കൂടി ആഡ് ചെയ്തോ. സോ ഏതൊക്കെ ചാർട്ടിൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചാർട്ടിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എന്ത് ചെയ്താൽ മതി, 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ പോവുക. ഞാനിത് നോക്കിയിട്ടുള്ള ഏത് ടൈം ഫ്രെയിമിലാ, 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ സെഷനെ മാർക്ക് ചെയ്യുക. ന്യൂയോർക്കിന്റെ ഹൈയിനെയോ ലോയിനെയോ ഇവൻ സ്വീപ്പ് ആക്കുന്നുണ്ടോ മാത്രം നോക്കുക. അതിനുശേഷം പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നുണ്ടോ നോക്കുക. ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ മാത്രം ആക്ച്വൽ ക്വാണ്ടിറ്റി എടുക്കുക. ക്യാൻഡിൽ ക്ലോസ് കിട്ടാത്തത് എന്താണ്, ടു അഗ്രസീവ് ആണ്. അതുകൊണ്ട് യൂഷ്വലി എടുക്കുന്നതിന്റെ പകുതി മാത്രം എടുക്കുക. അതല്ല 0.01 എടുക്കുന്നതെങ്കിൽ ആ ട്രേഡിനെ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഫണ്ടമെന്റ്സ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ അക്കൗണ്ട് ആർക്കെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് അവിടെ മുകളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇനിയും കൊണ്ടുവരാം. സോ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്ത് തന്നെ ആയാലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.